വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 20/2/2016 നടന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ക്വസ്റ്റ്യൻ കോഡ് ബാർ 33 2016 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ദി ഓൾഡസ്റ്റ്? ഓപ്ഷൻ എ ഫോർട്രാൻ, ബി ജാവ, സി പാസ്കൽ ആൻഡ് ഡി കൊബോൾ. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതിൽ ഓരോ ലാംഗ്വേജും എന്താണ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഫോർട്രാൻ എന്ന് പറയുന്നത് ഫോർമുല ട്രാൻസ്ലേഷനാണ്. അത് ഡെവലപ്പ് ചെയ്തത് IBM ആണ്. ഫോർ സയൻറ്റിഫിക് കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് 1957 ഓക്കെ. സെക്കൻഡ് ജാവ എന്ന് പറയുന്നത് സൺ മൈക്രോ സിസ്റ്റംസ് ആണ്. അത് ഡിസൈൻ ചെയ്തത് ജെയിംസ് ഗോസ്ലിംഗ്. അപ്പം ഇതിപ്പോൾ അക്വയർ ചെയ്തിരിക്കുന്നത് ഒറാക്കിളാണ്. ഓക്കെ. അപ്പം നമുക്കറിയാം ജാവ എന്ന് പറയുന്നത് എന്താണ്, സിമ്പിളാണ്, പവർഫുള്ളാണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഫിലിമിലൊക്കെ കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ജനറൽ പർപ്പസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് ജാവ എന്ന് പറയുന്നത്. അപ്പോൾ ജാവ കഴിഞ്ഞ് നെക്സ്റ്റ് പാസ്കൽ എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇത് ആൽഗോൾ ബേസ്ഡ് ചെയ്തിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. ഇതും ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ കൊബോൾ എന്ന് പറയുന്നത് കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. കൊബോൾ അപ്പം കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് കൊബോൾ. നമ്മൾ ജനറേഷൻസ് പറഞ്ഞ സമയത്ത് സെക്കൻഡ് ജനറേഷനിൽ വരുന്ന രണ്ട് ലാംഗ്വേജസ് ആണ് ഫോർട്രാൻ, കൊബോൾ എന്ന് പറഞ്ഞു. അതുപോലെ 1970s പാസ്കൽ വരുന്നത്. അതുപോലെ 1990s ജാവ വരുന്നത്. അപ്പോൾ ഏറ്റവും പഴയ രണ്ട് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഒന്ന് ഫോർട്രാൻ ആണ്, മറ്റൊന്ന് കൊബോൾ ആണ്. ഇതിൽ ഏതാണ് ഏറ്റവും ഓൾഡസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഫോർട്രാൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫോർമുല ട്രാൻസ്ലേഷൻ IBM ആണ് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. അത് ഡെവലപ്പ് ചെയ്തെടുത്തത് 1957 ഫോർട്രാൻ. ഓക്കെ. നേരെ മറിച്ച് കൊബോൾ 1959. അപ്പോൾ ഏതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് വരിക? ഏതാണ് ഓൾഡസ്റ്റ്? ഫോർട്രാൻ. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ മേജർ കോമ്പണൻറ്റ് യൂസ്ഡ് ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഈസ് വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, മൈക്രോ പ്രോസസ്സേഴ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ജനറേഷൻസ് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 1940 to 1952 വരെയാണ്. അത് വാക്വം ട്യൂബ്സ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ജനറേഷൻ 1953 തൊട്ട് 71 വരെ അത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അതുപോലെ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. 1972 മുതൽ 2000 എന്തായിരുന്നു, തിരിച്ചുപോയി, 1940 തൊട്ട് 1952 വരെ ഫസ്റ്റ് ജനറേഷൻ, 1953 തൊട്ട് 1963 വരെ അല്ലേ. ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. 63-64 വരെ സെക്കൻഡ് ജനറേഷൻ. ദെൻ 1964 തൊട്ട് 72 വരെ അല്ലെങ്കിൽ 71 വരെ തേർഡ് ജനറേഷൻ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. ദെൻ ഫോർത്ത് ജനറേഷൻ 1972 തൊട്ട് 2010 വരെയായിരുന്നു ഫോർത്ത് ജനറേഷൻ. 2010 തൊട്ട് അങ്ങോട്ടുള്ളതാണ് ഏതാ, ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ജനറേഷൻ ഏതാണെന്നാണ്. അപ്പോൾ ആ ഓരോ ഓർഡറിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, കമ്പൈലർ ട്രാൻസ്ലേറ്റ്സ് higher level language to machine language, assembly language to machine language to high level language, machine language to assembly language. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഇപ്പോൾ അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ഉണ്ട്. അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ഏതായിരുന്നു? അത് അസംബ്ലർ ആയിരുന്നു അല്ലേ, അസംബ്ലർ. അപ്പോൾ ആ കാര്യം ഇതിൻ്റെ കൂടെ തന്നെ ഓർത്തു വെക്കുക. അസംബ്ലർ, കമ്പൈലർ, അതുപോലെ തന്നെ ഇൻ്റർപ്രിറ്റർ. ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കമ്പൈലറും ഇൻ്റർപ്രിറ്ററും ആണ്. അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അസംബ്ലറാണ്. ഇനി ഈ കമ്പൈലറും ഇൻ്റർപ്രിറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു പറഞ്ഞത്? ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് കമ്പൈലർ എന്ന് ഹോൾ കോഡ് അതുപോലെ ഒരു ഒബ്ജക്റ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ
ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹൈ ലെവൽ ടു മെഷീൻ ലാംഗ്വേജ്. Next question. In a microcomputer, microprocessor is a chip inside CPU, ALU, a chip inside ALU. ഇവിടെ ഒരു മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് CPU ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് CPU. അപ്പോൾ ഓർക്കുക, ഇൻ എ മൈക്രോ കമ്പ്യൂട്ടർ മൈക്രോ പ്രോസസ്സർ ഈസ് CPU. മൈക്രോ കമ്പ്യൂട്ടറിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നതാണ് CPU. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്രമാറ്റിക്കൽ റൂൾസ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് called coding rules, syntax, semantics, all of the above. ഇപ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സിൻടാക്സ്, സെമാൻറ്റിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് സിൻടാക്സ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫോർ ലൂപ്പ് അല്ലെങ്കിൽ ഒരു വൈൽ ലൂപ്പ് ആ ഒരു രീതിയിൽ വരുമ്പോൾ ബ്ലോക്സ് ഓഫ് കോഡ് നമുക്ക് പാരാന്തസിസിലാണ് നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞാൽ നമ്മളവിടെ സെമിക്കോളൻ വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ഏതൊരു പ്രോഗ്രാം, ഇപ്പോൾ C പ്രോഗ്രാമിങ്ങിലൊക്കെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പ് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ് സ്പെസിഫൈ ചെയ്യണം, അതൊക്കെ നമുക്ക് ഓൾറെഡി ബേസിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്ന റൈറ്റിങ്ങിൽ വരുന്ന ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പെടുന്നതാണ്. പക്ഷെ അതിൻ്റെ മീനിങ് ഒന്നും നമ്മളിതിൽ നോക്കുന്നില്ല, കാരണം നമ്മളതിനെക്കുറിച്ച് ബോദർ ചെയ്യുന്നില്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എന്താണ് അത് മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ നമ്മൾ ബോദർ ചെയ്യുന്നില്ല സിൻടാക്സിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് സിൻടാക്റ്റിക്കലി വാലിഡ് ഇഫ് ഇറ്റ് ഫോളോസ് ഓൾ റൂൾസ്. അപ്പോൾ സിൻടാക്റ്റിക്കലി വാലിഡ് ആണോ എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിൻടാക്സ് എറർ എന്ന് പറയുന്നത് അത് മാത്രമേ നോക്കുള്ളൂ. നമുക്കതിൻ്റെ ലോജിക്കലും കാര്യങ്ങളൊന്നും നമ്മളതിൽ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സിൻടാക്സ് എറേഴ്സ് മാത്രമേ നമുക്കവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ദെൻ സെമാൻറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ മീനിങ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു സെമാൻറ്റിക്സിൻ്റെ കേസിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം എറേഴ്സൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് റൺ ടൈമിലായിരിക്കും. ഓക്കെ, അതാണ് റൺ ടൈമിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ C പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റ് മെയിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്പോസ് റിട്ടേൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് എങ്കിൽ ഇവിടെ ഇപ്പോൾ പ്രിൻ്റ് ഓഫ് ഹലോ കൊടുത്തു. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ കേസിൽ റിട്ടേൺ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു പ്രോഗ്രാമിങ്ങിൽ നമുക്ക് സിൻടാക്സിക്കലി നമുക്കൊരു എറേഴ്സും കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ റിട്ടേൺ ചെയ്തത് പ്രിൻറ്റിന് മേലെയാണെന്നുള്ളത് അതൊരു മീനിങ് വൈസ് നോക്കുമ്പോൾ അവിടെ എറർ ഉണ്ട്. അപ്പോൾ ആ ഒരു എറർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ റൺ ടൈമിലായിരിക്കും. അതാണ് ഒരു സിൻടാക്സും സെമാൻറ്റിക്സും തമ്മിൽ നമുക്ക് പറയുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഗ്രാമറും സ്ട്രക്ചറും ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? ഗ്രാമറും അതിൻ്റെ സ്ട്രക്ചറും സിൻടാക്സുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിൻടാക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെയിൽ മെർജ് ഫീച്ചർ ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ഇൻ്റർനെറ്റ്, സ്പ്രെഡ്ഷീറ്റ്, വേർഡ് പ്രോസസ്സർ, ഡാറ്റാബേസ്. മെയിൽ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമുക്കൊരു സെയിം മെയിൽ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാനുണ്ട്. ആകെ അതിൻ്റെ അഡ്രസ്സ് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടുള്ളൂ എങ്കിൽ അത്തരം കേസിൽ നമ്മൾ മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കോമൺ ആയിട്ടൊരു ബോഡി ഉണ്ടാകും, ഒരു ലെറ്റർ ഉണ്ടായിരിക്കും. ആ ലെറ്റർ ഇപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് മാസമായിട്ട് നമ്മൾ ഒരു ഓഫർ ലെറ്റർ അയക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ എല്ലാവർക്കും കൊടുക്കേണ്ടത് സെയിം ടൈപ്പ് മെസ്സേജ് തന്നെയാണ്. അവിടെ ചെറിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ പേര്, അതുപോലെ തന്നെ അവരുടെ പോസ്റ്റ്, അവരുടെ ഏത് ജോബ് പൊസിഷൻ, അവരുടെ ടൈമിംഗ്, അത്തരം കാര്യങ്ങളിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കോമൺ തന്നെയാണ് വരുന്നത് എങ്കിൽ ആ ഒരു കേസിൽ അവരുടെ അഡ്രസ്സ് മാത്രം നമ്മളൊരു എക്സൽ ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്കിൽ ഉണ്ടായിരിക്കും. അത് മാത്രം നമ്മൾ ഇതിലേക്ക് മെയിൽ മെർജ് ചെയ്യുക എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഔട്ട്ലുക്കെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സൽ ലിസ്റ്റിന്നോ നമുക്ക് ഏതിലേക്ക് ഒരു വേർഡിലേക്കുള്ള മെയിലിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് മെയിൽ മെർജ്. അപ്പോൾ ഇവിടെ
വേർഡ് പ്രോസസ്സറിലാണ് നമ്മളതിൻ്റെ മെയിനായിട്ട് കണ്ടൻസ് എഴുതുന്നത്. അതിൽ മെയിലിങ്ങിലാണ് നമുക്ക് മെയിൽ മെർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, മെയിലിംഗ് എന്നുള്ള റിബണിൽ മെയിലിംഗ് എന്നുള്ള ടാബിൽ നിന്നാണ് നമ്മൾ മെയിൽ മെർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എവിടെയായിരിക്കും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വേർഡ് പ്രോസസ്സർ ആയിരിക്കും. ഓക്കെ, മെയിൽ മെർജ് ഫീച്ചർ ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് വേർഡ് പ്രോസസ്സർ. ഇവിടെ ഇൻ കമ്പ്യൂട്ടേഴ്സ് ദ നമ്പർ സിസ്റ്റം യൂസ്ഡ് ഫോർ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ് ഈസ് ഹെക്സാഡെസിമൽ, ബൈനറി, ഡെസിമൽ, ഒക്ടൽ. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റം ഉണ്ട്. ആ ഓരോ നമ്പർ സിസ്റ്റവും അതിൻ്റെ ബേസ് എന്താണെന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ ബേസ് 2 ആണെങ്കിൽ അത് ബൈനറി ആണ്, ബേസ് 8 ആണെങ്കിൽ അത് ഒക്ടലാണ്, ബേസ് 10 ആണെങ്കിൽ അത് ഡെസിമലാണ്, അതുപോലെ ബേസ് 16 ആണെങ്കിൽ ഹെക്സാഡെസിമലാണ്. നമുക്കറിയാം ഹെക്സഗൺ എന്നൊക്കെ പറയുമ്പോൾ 6 ആണ്, അതുപോലെ ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10 + 6 16, അതാണ് ഹെക്സാഡെസിമൽ. ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഓരോന്നിൻ്റെയും ബേസിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ ഡാറ്റ സ്റ്റോറിങ്ങും അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏതിലായിരിക്കും യൂസ് ചെയ്യുന്നത്? നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. 0s and 1s യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടേഴ്സിൽ നമ്മളെ ഏത് നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? ബൈനറി ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സ്റ്റാറ്റിക് റാം? It is non-volatile. Reading and writing is possible. It is constructed using flip-flops. It is volatile. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോട്ട് ട്രൂ ആണ്. അപ്പോൾ അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആദ്യം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് മാറിയായിട്ടും ഇരിക്കുന്നത്. അപ്പം ഏതാണെന്നുള്ള കാര്യം ചിലപ്പോൾ ട്രൂ ആണെന്നുള്ള കേസിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. നോട്ട് ട്രൂ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടൈൽ കൊടുത്ത് നോൺ വോൾട്ടൈൽ താഴെയാണുള്ളതെങ്കിൽ നമ്മൾ ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ആദ്യം നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാറ്റിക് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് റാം ഉണ്ട്. ഡൈനാമിക് റാം, അതുപോലെ തന്നെ സ്റ്റാറ്റിക് റാം. ഡൈനാമിക് റാം ആൻഡ് സ്റ്റാറ്റിക് റാം. ഡൈനാമിക് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ട്രാൻസിസ്റ്റർ പ്ലസ് കപ്പാസിറ്ററാണ് ഡൈനാമിക് റാമിൽ യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് റാമിൽ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറഞ്ഞാൽ 4, 5, 6 ട്രാൻസിസ്റ്റേഴ്സ് ചേർന്നാണ് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രാൻസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ സ്വിച്ചിങ് ആയിട്ടും കപ്പാസിറ്റർ ഡാറ്റ സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡൈനാമിക്കിൽ പറയുമ്പോൾ നമുക്ക് ഈ ട്രാൻസിസ്റ്ററും ഉണ്ട് കപ്പാസിറ്ററും പറയേണ്ടി വരും. അപ്പോൾ ഈ കപ്പാസിറ്ററാണ് നമ്മുടെ ഇൻഫോർമേഷൻസ് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് ഓരോ പ്രാവശ്യം റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഏതാണ്? ഡൈനാമിക് റാമാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ ഡിഫറൻസ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മെയിൻ ക്യാഷായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാഷിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റാറ്റിക് റാമിലാണ്. നേരെ മറിച്ച് മെയിൻ മെമ്മറിയുടെ കേസ് വരുന്നത് ഡൈനാമിക് റാമിലാണ്. അപ്പോൾ ആ ഒരു 2 ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ സ്റ്റാറ്റിക് റാം കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വോൾട്ടേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. നേരെ മറിച്ച് ഡൈനാമിക് റാം എന്ന് പറയുമ്പം ചാർജിൻ്റെ ഒരു ഫോമിലാണ് അത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡാറ്റ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റയും എന്താവും? ലോസ് ആവും. നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടത്? അപ്പോൾ ആ ഒരു രീതിയിൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലീക്ക് ചെയ്യുന്നൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ 1 ആണ് ഇപ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, ഇലക്ട്രോണിക്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാറ്റ ലീക്കായി പോകും. അപ്പോൾ നമുക്കവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഡൈനാമിക് ആയിട്ട് അത് റിഫ്രഷ് ചെയ്യേണ്ട കാര്യം വരുന്നത്. അതുകൊണ്ടാണ് ഡൈനാമിക് റാം എന്ന് പറയുന്നത് നമുക്ക് റിഫ്രഷിങ് റിക്വയർഡ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ. Then the stack pointer always points to. The stack pointer എന്ന് പറയുന്നത് നമുക്കറിയാം, സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ആ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ സ്റ്റാക്കിൻ്റെ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരയ്ക്കുക? ഒരു രീതിയിലാണ് വരയ്ക്കുക. അതിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് പുഷ്, അതുപോലെ
അതിൽ നിന്നും റിമൂവ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത് പോപ്പോ ആണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും അതൊരു സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്റർ ആയിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോറിങ്ങിൻ്റെ കേസിൽ പറയുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഡാറ്റ എവിടത്തേക്കാണോ സ്റ്റോർ ചെയ്യേണ്ടത് അതെന്ന് പറയുന്നത് അതിലേക്കായിരിക്കും, നമ്മൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലേക്കായിരിക്കും. ഇപ്പോൾ ഇവിടെ എം ടി സ്റ്റാക്കാണ് ഉള്ളത് എങ്കിൽ അവിടെ നമ്മുടെ പോയിൻ്റർ കിടക്കുന്നത് എവിടെയായിരിക്കും? ഏറ്റവും ബോട്ടത്തിലായിരിക്കും. ഇനി സപ്പോസ് ഒരു പുതിയതായിട്ടൊരു എലമെൻറ്റ് ഇൻസേർട്ട് ആയി കഴിഞ്ഞു അല്ലെങ്കിൽ പുഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിൻ്റർ നെക്സ്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇപ്പോൾ നെക്സ്റ്റ് ലൊക്കേഷൻ ഫ്രം വിച്ച് നെക്സ്റ്റ് എലമെൻറ്റ് ടു ബി പോപ്പ്, അപ്പോൾ ഏതാണോ ഈ നെക്സ്റ്റ് എലമെൻറ്റ് പോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ഒരു പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിച്ച്. ഇൻസേർട്ട് ചെയ്യേണ്ടതും അതുപോലെ തന്നെ പോപ്പ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിതിൻ്റെ ആൻസർ എന്ത് വരും? ഇതിലെല്ലാം നമുക്ക് കറക്റ്റായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. Okay, top of the stack, location from which next element is to be popped, then location stored at stack pointer register. Then next, the output of the AND gate is high when any one of the input is high, any one of the input is low, all the inputs are low, all the inputs are high. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പ് ഗേറ്റ്സ് ആണുള്ളത്. AND ഗേറ്റ്, OR ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഇപ്പം നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരിക? നോട്ട് ഗേറ്റിൽ വരിക. അപ്പോൾ 0 ആണെങ്കിൽ 1 ആയിരിക്കും, 1 ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ അതാണ് നോട്ട് ഗേറ്റിൽ. ഓർ ഗേറ്റിലാണെങ്കിൽ ഇപ്പോൾ 2 0 ആണെങ്കിൽ 0, 0 1-ൽ 1, 1 0-ൽ 1, 1 1-ൽ 1. ദെൻ ആൻഡ് ഗേറ്റിൽ 0 0 0 1 0 1 0 0 1 1 1. ഇപ്പോൾ നമുക്കിവിടെ ആൻഡ് ഗേറ്റിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഗേറ്റിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഔട്ട്പുട്ട് 1 വരുന്നത് എപ്പോൾ മാത്രമാണ്? അതിൻ്റെ എല്ലാ ഇൻപുട്ടും ഹൈ ആവുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് ഹൈ ആയി വരുന്നത്. നേരെ മറിച്ചൊരു ഓർ ഗേറ്റിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആവുമ്പോൾ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് എന്തായി വരുന്നുണ്ട്? ഹൈ ആയി വരുന്നുണ്ട്. നോട്ട് ഗേറ്റിൻ്റെ കേസിൽ ഔട്ട്പുട്ട് ഹൈ ആയി വരിക എപ്പോഴാണോ നമ്മുടെ ഇൻപുട്ട് ലോ, അപ്പോൾ മാത്രമാണ് നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആയി വരുന്നത്. അപ്പോൾ ഈ 3 കേസസ് നിങ്ങൾ ഗേറ്റിൽ ബേസിക് ഗേറ്റ്സിൽ നോക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ദ ഇൻപുട്സ് ആർ ഹൈ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നിപ്പോൾ പറയാനുള്ളത്. താങ്ക് യു.